ഹായ് ഫ്രണ്ട്സ്, റാങ്ക് ലിസ്റ്റ് PSCയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് കേരള PSC നടത്തിയ വുമൺ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ആദ്യ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? താഴെ പറയുന്നവയിൽ ഇന്ത്യയിലേക്കുള്ള യൂറോപ്യന്മാരുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതാണ്? കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റ് കപ്പലുകൾ വ്യാപാരം തടയുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. ഇന്ത്യയുടെ ഏതെങ്കിലും ഭാഗങ്ങളുമായി മറ്റു കപ്പലുകൾ വ്യാപാരം തടയുന്നതിനു വേണ്ടി ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ വ്യവസ്ഥയാണ് കാർട്ടസ്. ശരി ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1ഉം 2ഉമാണ് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത്. കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കേരളത്തിലേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ യൂറോപ്യൻ ശക്തിയായിരുന്നു പോർച്ചുഗീസുകാർ. 1741 കുളച്ചൽ യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് അവരുടെ ശക്തി ക്ഷയിക്കുന്നതിന് കാരണമായി. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. താഴെ പറയുന്ന സംഭവങ്ങളെ കാലഗണന പ്രകാരം ക്രമീകരിക്കുക. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. വൈക്കം സത്യാഗ്രഹം, ചാന്നാർ ലഹള, പാലിയം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ചാന്നാർ ലഹള, വൈക്കം സത്യാഗ്രഹം, ക്ഷേത്രപ്രവേശന വിളംബരം, പാലിയം സത്യാഗ്രഹം. ഇതാണ് ശരിയായ കാലഗണന. അടുത്ത ചോദ്യം, ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഔദ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഔദ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ച ബ്രിട്ടീഷ് ഗവർണർ ജനറൽ ആരാണ്? ഓപ്ഷൻസ്: വാരൻ ഹേസ്റ്റിംഗ്, കാനിങ് പ്രഭു, ഡൽഹൌസി പ്രഭു, വില്യം ബെന്റിക് പ്രഭു. വാരൻ ഹേസ്റ്റിംഗ്, കാനിങ് പ്രഭു, ഡൽഹൌസി പ്രഭു, വില്യം ബെന്റിക് പ്രഭു. ഉത്തരം ഓപ്ഷൻ സി ആണ്. ഡൽഹൌസി പ്രഭുവാണ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറിപ്പഴം എന്ന് ഔദ് എന്ന നാട്ടുരാജ്യത്തെ വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആരാണ്? താഴെ പറയുന്നവരിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുന്ന നേതാവ് ആര്? ഓപ്ഷൻസ്: ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ്. ബിപിൻ ചന്ദ്രപാൽ, ബാലഗംഗാധര തിലക്, ഗോപാലകൃഷ്ണ ഗോഖലെ, ലാലാ ലജ്പത് റായ്. ഉത്തരം ഓപ്ഷൻ സി, ഗോപാലകൃഷ്ണ ഗോഖലെയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ മിതവാദികൾ എന്ന വിഭാഗത്തിൽപ്പെടുന്ന തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്നും കറക്റ്റ് ഉത്തരം. അടുത്ത ചോദ്യം, രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. ഓപ്ഷൻസ്: ഓപ്പറേഷൻ ഓവർലോഡ്, ഓപ്പറേഷൻ ടോർച്ച്, ഓപ്പറേഷൻ ബാർബറോസ, ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ. ഓപ്പറേഷൻ ഓവർലോഡ്, ഓപ്പറേഷൻ ടോർച്ച്, ഓപ്പറേഷൻ ബാർബറോസ, ഓപ്പറേഷൻ നെപ്റ്റ്യൂൺ. ഉത്തരം ഓപ്ഷൻ സി, ഓപ്പറേഷൻ ബാർബറോസയാണ് രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജർമ്മനിയുടെ സോവിയറ്റ് ആക്രമണത്തിന് നൽകപ്പെട്ട രഹസ്യനാമം. അടുത്ത ചോദ്യം, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം ഏതാണ്? ഓപ്ഷൻസ്: മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത. മുംബൈ, ഡൽഹി, ചെന്നൈ, കൊൽക്കത്ത.
ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കൊൽക്കത്ത. കൊൽക്കത്തയാണ് നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ 2023 റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ ഏറ്റവും സുരക്ഷിതമായ നഗരം. അടുത്ത ചോദ്യം, ഭൂമധ്യരേഖയിൽ കോറിയോളിസ് ബലം ഡാഷ് ആണ്. ഭൂമധ്യരേഖയിൽ കോറിയോളിസ് ബലം ഡാഷ് ആണ്. ഓപ്ഷൻസ്: ഏറ്റവും കൂടുതൽ, 1, 0, കുറവ്. ഏറ്റവും കൂടുതൽ, 1, 0, കുറവ്. ഉത്തരം ഓപ്ഷൻ സി, 0 ഭൂമധ്യരേഖയിലെ കോറിയോളിസ് ബലം. അടുത്ത ചോദ്യം, ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രോനൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രനൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ഓപ്ഷൻസ്: IRS-1A, GSAT, NVS-01 ഇവയെല്ലാം. IRS-1A, GSAT, NVS-01 ഇവയെല്ലാം. ഉത്തരം ഓപ്ഷൻ എ, IRS-1A ആണ് ഇന്ത്യ തദ്ദേശമായി വികസിപ്പിച്ചെടുത്ത സൺസിൻക്രനൈസ്ഡ് ഉപഗ്രഹം. അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ടു കായലിൽ പതിക്കാത്ത നദി ഏത്? തന്നിരിക്കുന്നവയിൽ വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദി ഏത്? ഓപ്ഷൻസ്: പമ്പ, അച്ചൻകോവിൽ, മൂവാറ്റുപുഴ, ഭാരതപ്പുഴ. പമ്പ, അച്ചൻകോവിൽ, മൂവാറ്റുപുഴ, ഭാരതപ്പുഴ. ഉത്തരം ഓപ്ഷൻ ഡി, ഭാരതപ്പുഴ. വേമ്പനാട്ട് കായലിൽ പതിക്കാത്ത നദിയാണ് ഭാരതപ്പുഴ. അടുത്ത ചോദ്യം, ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏത്? ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം ഏത്? ഓപ്ഷൻസ്: ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം, വേലിയേറ്റം, സൗരക്കാറ്റ്, കാന്തിക ബലം. ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹം, വേലിയേറ്റം, സൗരക്കാറ്റ്, കാന്തിക ബലം. ഉത്തരം എ, ഭൂമിയുടെ ഉൾഭാഗത്തു നിന്നുള്ള സംവഹന പ്രവാഹമാണ് ഭൂവൽക്കത്തിലെ ഫലകങ്ങളുടെ ചലനത്തിന് കാരണമാകുന്ന പ്രധാന ബലം. അടുത്ത ചോദ്യം, സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏത്? സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത് ഏത്? ഓപ്ഷൻസ്: ITCZ, എൽ നിനോ, ലാനിനോ, കോറിയോളിസ് ബലം. ITCZ, എൽ നിനോ, ലാനിനോ, കോറിയോളിസ് ബലം. ഉത്തരം ഓപ്ഷൻ ബി, എൽ നിനോയാണ് സമുദ്ര ഊഷ്മാവ് സാധാരണയിൽ നിന്നും ഉയരുന്നതിന് കാരണമാകുന്നത്. അടുത്ത ചോദ്യം, കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? കാറ്റിൽ നിന്നുള്ള ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻസ്: ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, കേരളം. ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത്, തമിഴ്നാട്, കേരളം. ഉത്തരം ഓപ്ഷൻ സി, തമിഴ്നാടാണ് കാറ്റിൽ നിന്നും ഊർജം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. അടുത്ത ചോദ്യം, കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. ഓപ്ഷൻസ്: PM കുസും യോജന, PM സൗഭാഗ്യ യോജന, PM ഉജ്ജ്വല യോജന, PM ആശാ യോജന. PM കുസും യോജന, PM സൗഭാഗ്യ യോജന, PM ഉജ്ജ്വല യോജന, PM ആശാ യോജന. ഉത്തരം ഓപ്ഷൻ ഡി, PM ആശാ യോജനയാണ് കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ആദായകരമായ വില ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച പദ്ധതി. അടുത്ത ചോദ്യം, ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കുവാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിനാവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. ഉത്തരം ഓപ്ഷൻ ബി. തന്നിരിക്കുന്ന എല്ലാം ശരിയായ ഹരിത വിപ്ലവവുമായി ശരിയായ
ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനയാണ്. ബഫർ സ്റ്റോക്ക് സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ സംഭരിക്കാൻ ഗവൺമെന്റിന് സാധിച്ചു. പാവപ്പെട്ടവർക്ക് ഗുണകരമായ വിധത്തിൽ ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു. സമ്പന്ന കർഷകരും ദരിദ്ര കർഷകരും തമ്മിലുള്ള അന്തരം വർദ്ധിച്ചു. അടുത്ത ചോദ്യം, ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ആദ്യത്തെ 50 വർഷക്കാലത്തെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണ്? 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറഞ്ഞു. ഉത്തരം ഓപ്ഷൻ എ. 1ഉം 2ഉം ശരിയാണ്. അപ്പോൾ ആദ്യത്തെ 50 വർഷ കാലയളവിലെ പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന 2 പ്രസ്താവനകളും ശരിയാണ്. 1-ാം പഞ്ചവത്സര പദ്ധതി മുതൽ 5-ാം പഞ്ചവത്സര പദ്ധതി വരെ പൊതുമേഖലയ്ക്ക് മുതൽ മുടക്കിന്റെ വിഹിതത്തിൽ വർധനവുണ്ടായി. അത് കഴിഞ്ഞ് 6 മുതൽ 8 വരെയുള്ള പഞ്ചവത്സര പദ്ധതികളിൽ പൊതുമേഖലയ്ക്കുള്ള മുതൽ മുടക്കിന്റെ വിഹിതം കുറയുകയാണ് ഉണ്ടായത്. അടുത്ത ചോദ്യം, 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം ഉൾപ്പെട്ട കേരളത്തിലെ ജില്ല ഏതാണ്? ഓപ്ഷൻസ്: പാലക്കാട്, ഇടുക്കി, കണ്ണൂർ, വയനാട്. പാലക്കാട്, ഇടുക്കി, കണ്ണൂർ, വയനാട്. ഉത്തരം ഓപ്ഷൻ ഡി. വയനാടാണ് 2018 ജനുവരിയിൽ ആരംഭിച്ച ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം പ്രകാരം കേരളത്തിൽ നിന്നും ഉൾപ്പെട്ട ജില്ല. അടുത്ത ചോദ്യം, 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വച്ചത് 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വച്ചത്. ഓപ്ഷൻസ്: ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക, മുകളിൽ പറഞ്ഞവയെല്ലാം. ഇറക്കുമതിയിലും കയറ്റുമതിയിലുമുള്ള അളവ് നിയന്ത്രണങ്ങൾ പൊളിച്ചെഴുതുക, താരിഫ് നിരക്കുകൾ കുറയ്ക്കുക, ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കുക, മുകളിൽ പറഞ്ഞവയെല്ലാം. ഉത്തരം ഓപ്ഷൻ ഡി. മുകളിൽ പറഞ്ഞവയെല്ലാമാണ് 1991 പുതിയ സാമ്പത്തിക നയത്തിന്റെ ഭാഗമായുള്ള വ്യാപാര നയ പരിഷ്കാരങ്ങൾ ലക്ഷ്യം വച്ചത്. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ്. ഉരുക്ക് വ്യവസായത്തിനും വൈദ്യുതി ഉൽപ്പാദനത്തിനും വേണ്ടിയുള്ള കൽക്കരിയുടെ ആവശ്യം കൂടി വരുന്നു. വൈദ്യുതീകരണം വർദ്ധിച്ചതോടെ റെയിൽവേയുടെ കൽക്കരി ഉപഭോഗം കുറഞ്ഞു. കൽക്കരിയുടെ ആവശ്യം വിതരണത്തെക്കാൾ കുറവാണ്. ഉത്തരം ഓപ്ഷൻ ഡി. 3 മാത്രമാണ് ശരിയല്ലാത്ത. താഴെ പറയുന്നവയിൽ കൽക്കരിയുടെ ഉപഭോഗവുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന 3 മാത്രമാണ്. 1ഉം 2ഉം ശരിയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത്? ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത് ഏത്? ആദ്യത്തെ ലിഖിത ഭരണഘടന, ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, ഭരണഘടനയിൽ എഴുതി പൂർത്തിയാക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകൾ ഉണ്ട്. ആദ്യത്തെ ലിഖിത ഭരണഘടന, ഏറ്റവും വലിയ ലിഖിത ഭരണഘടന, ഭരണഘടന എഴുതി പൂർത്തിയാക്കാൻ 3 വർഷവും 11 മാസവും 18 ദിവസവും എടുത്തു. ഇപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ 8 പട്ടികകൾ ഉണ്ട്. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം 4ഉമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതയിൽ പെടാത്തത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും
ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയുടെ ഏത് സവിശേഷതയാണ്? ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത് ഭരണഘടനയിലെ ഏത് സവിശേഷതയാണ്? മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നീതിന്യായ സംവിധാനം, ആമുഖം. മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വങ്ങൾ, നീതിന്യായ സംവിധാനം, ആമുഖം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ആമുഖമാണ്. ഇന്ത്യയിലെ ജനങ്ങളായ നാം ഇന്ത്യയെ ഒരു പരമാധികാര സ്ഥിതിസമത്വ മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി സംവിധാനം ചെയ്യുവാനും ഇങ്ങനെ ആരംഭിക്കുന്നത്. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ബാലവേല നിരോധനം, സ്വത്തവകാശം, അവസര സമത്വം, വിദ്യാഭ്യാസം, മൗലികാവകാശം. 300A 21A വകുപ്പ് 24 വകുപ്പ് 16. ബാലവേല നിരോധനം, സ്വത്തവകാശം, അവസര സമത്വം, വിദ്യാഭ്യാസം, മൗലികാവകാശം. 300A 21A വകുപ്പ് 24 വകുപ്പ് 16. ഉത്തരം ഓപ്ഷൻ ബി ആണ്. ബാലവേല നിരോധനം വകുപ്പ് 24, സ്വത്തവകാശം 300A, അവസര സമത്വം വകുപ്പ് 16, വിദ്യാഭ്യാസം മൗലികാവകാശം 21A. ബാലവേല നിരോധനം വകുപ്പ് 24, സ്വത്തവകാശം 300A, അവസര സമത്വം വകുപ്പ് 16, വിദ്യാഭ്യാസം മൗലികാവകാശം 21A. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44, മൗലിക കടമകൾ വകുപ്പ് 51, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61. ഏകീകൃത നിയമ സംവിധാനം വകുപ്പ് 44, മൗലിക കടമകൾ വകുപ്പ് 51, ഹൈക്കോടതിയുടെ റിട്ട് അധികാരം വകുപ്പ് 226, രാഷ്ട്രപതിയുടെ ഇംപീച്ച്മെന്റ് വകുപ്പ് 61. ഉത്തരം ഓപ്ഷൻ ബി ആണ്. മൗലിക കടമകളാണ് തന്നിരിക്കുന്നവയിലെ തെറ്റായ ജോഡി. അടുത്ത ചോദ്യം, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏത്? ഏതൊക്കെ? ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, അപ്പീൽ അധികാരം, ഉത്തരവുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം. കേന്ദ്രവും സംസ്ഥാനങ്ങളും തമ്മിലുള്ള തർക്കങ്ങൾ, സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കം, അപ്പീൽ അധികാരം, ഉത്തരവുകൾ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം. ഉത്തരം ഓപ്ഷൻ എ ആണ്. സിയും ഡിയുമാണ് ഇന്ത്യൻ സുപ്രീം കോടതിയുടെ തനത് അധികാരത്തിൽ പെടാത്തത്. അടുത്ത ചോദ്യം, യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? യൂണിയൻ ലിസ്റ്റിൽ പെടാത്തത് ഏത്? തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകൾ, പൊതുജനാരോഗ്യം. തുറമുഖങ്ങൾ, റെയിൽവേ, ഹൈവേകൾ, പൊതുജനാരോഗ്യം. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ബാക്കിയെല്ലാം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നതാണ്. പൊതുജനാരോഗ്യം യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടാത്തതാണ്. അടുത്ത ചോദ്യം, മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? 91-ാം ഭേദഗതി, 81-ാം ഭേദഗതി, 101-ാം ഭേദഗതി, 71-ാം ഭേദഗതി. 91-ാം ഭേദഗതി, 81-ാം ഭേദഗതി, 101-ാം ഭേദഗതി, 71-ാം ഭേദഗതി. ഉത്തരം ഓപ്ഷൻ എ ആണ്. 91-ാം ഭേദഗതി പ്രകാരമാണ് മന്ത്രിമാരുടെ കൗൺസിലിൻ്റെ വലിപ്പം അംഗങ്ങളുടെ 15% പരിമിതപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. അടുത്ത ചോദ്യം, ചേരുംപടി ചേർക്കുക. ചേരുംപടി ചേർക്കുക. പി.കെ. തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, എൽ.എം. സിംഗ്വി കമ്മിറ്റി. പി.കെ. തുങ്കൻ കമ്മിറ്റി, ബൽവന്ത് റായ് കമ്മിറ്റി, അശോക് മേത്ത കമ്മിറ്റി, എൽ.എം. സിംഗ്വി കമ്മിറ്റി.
1977, 1989, 1986, 1957. 1977, 1989, 1986, 1957. ഉത്തരം ഓപ്ഷൻ സി. പി കെ തുങ്കൻ കമ്മിറ്റി 1989, ബൽവന്ത് റായ് കമ്മിറ്റി 1957, അശോക് മേത്ത കമ്മിറ്റി 1977, എൽ എം സിംഗ്വി കമ്മിറ്റി 1986. പി കെ തുങ്കൻ കമ്മിറ്റി 1989, ബൽവന്ത് റായ് കമ്മിറ്റി 1957, അശോക് മേത്ത കമ്മിറ്റി 1977, എൽ എം സിംഗ്വി കമ്മിറ്റി 1986. അടുത്ത ചോദ്യം, കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏത്? കേരള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കീഴിൽ വരാത്ത സർക്കാർ പ്രസ്ഥാനം ഏത്? ശുചിത്വ മിഷൻ, കുടുംബശ്രീ, കില, ഇൻഫർമേഷൻ കേരള മിഷൻ. ശുചിത്വ മിഷൻ, കുടുംബശ്രീ, കില, ഇൻഫർമേഷൻ കേരള മിഷൻ. ഉത്തരം ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണ്? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായി സൂചിപ്പിച്ചിരിക്കുന്ന നിയോജക മണ്ഡലം ഏത് MLAയുടേതാണ്? എം ബി രാജേഷ് കളമശ്ശേരി, പി രാജീവ് ബേപ്പൂർ, പി എ മുഹമ്മദ് റഷീദ് ആറന്മുള, വീണ ജോർജ് തൃത്താല. എം ബി രാജേഷ് കളമശ്ശേരി, പി രാജീവ് ബേപ്പൂർ, പി എ മുഹമ്മദ് റഷീദ് ആറന്മുള, വീണ ജോർജ് തൃത്താല. ഉത്തരം ഓപ്ഷൻ ഡി, എല്ലാം തെറ്റാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ചോദ്യം, നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയ ദിനം ഏത്? നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയ ദിനം ഏത്? 2023 സെപ്റ്റംബർ 1, 2023 സെപ്റ്റംബർ 5, 2023 സെപ്റ്റംബർ 20, 2023 സെപ്റ്റംബർ 25. 2023 സെപ്റ്റംബർ 1, 2023 സെപ്റ്റംബർ 5, 2023 സെപ്റ്റംബർ 20, 2023 സെപ്റ്റംബർ 25. ഉത്തരം ഓപ്ഷൻ സി, 2023 സെപ്റ്റംബർ 20-നാണ് നാരി ശക്തി വന്ദൻ അധിനിയം ബിൽ ലോക്സഭ പാസാക്കിയത്. അടുത്ത ചോദ്യം, ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. ഇന്ത്യൻ നിയമനിർമ്മാണ പ്രക്രിയയുടെ വിവിധ ഘട്ടങ്ങൾ ശരിയായി ക്രമപ്പെടുത്തുക. 1-ാം വായന റിപ്പോർട്ടിംഗ് ഘട്ടം, 2-ാം വായന കമ്മിറ്റി ഘട്ടം, 3-ാം വായന. 1-ാം വായന റിപ്പോർട്ടിംഗ് ഘട്ടം, 2-ാം വായന കമ്മിറ്റി ഘട്ടം, 3-ാം വായന. ഉത്തരം ഓപ്ഷൻ എ. 1-ാം വായന, 2-ാം വായന, കമ്മിറ്റി ഘട്ടം, റിപ്പോർട്ടിംഗ് ഘട്ടം, 3-ാം വായന. ഇതാണ് ശരിയായ ക്രമം. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ ഏവ? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, പ്രൊഹിബിഷൻ നിലനിർത്തുക, മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, കോ വാറന്റോ എന്തധികാരത്തിൽ? ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, പ്രൊഹിബിഷൻ നിലനിർത്തുക, മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, കോ വാറന്റോ എന്ത് അധികാരത്തിൽ? ഉത്തരം ഓപ്ഷൻ ബി ആണ്. എയും സിയും ഡിയും ആണ് തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ. ഹേബിയസ് കോർപ്പസ് ശരീരം ഹാജരാക്കുക, മാൻഡമസ് ഞങ്ങൾ ആജ്ഞാപിക്കുന്നു, കോ വാറന്റോ എന്ത് അധികാരത്തിൽ? അടുത്ത ചോദ്യം, 4 Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏത്? 4 Ds എന്നറിയപ്പെടുന്ന സവിശേഷ ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം ഏത്? സ്കർവി, പെല്ലാഗ്ര, ബെറിബറി, റിക്കറ്റ്. സ്കർവി, പെല്ലാഗ്ര, ബെറിബറി, റിക്കറ്റ്സ്. ഉത്തരം ഓപ്ഷൻ ബി, പെല്ലാഗ്രയാണ്
4 Ds എന്നറിയപ്പെടുന്ന ലക്ഷണങ്ങൾ പ്രകടമാക്കുന്ന അപര്യാപ്തത രോഗം. അടുത്ത ചോദ്യം, AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ ഡാഷ് ഉള്ളതുകൊണ്ടാണ്. AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ RBCയിൽ ആൻറ്റിജൻ Aയും Bയും ഇല്ല, പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല, പ്ലാസ്മയിൽ ആൻറ്റിജൻ Aയും Bയും ഇല്ല, RBCയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല. RBCയിൽ ആൻറ്റിജൻ Aയും Bയും ഇല്ല, പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല, പ്ലാസ്മയിൽ ആൻറ്റിജൻ Aയും Bയും ഇല്ല, RBCയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല. കറക്റ്റ് ഉത്തരം ഓപ്ഷൻ ബി, പ്ലാസ്മയിൽ ആൻറ്റിബോഡി Aയും Bയും ഇല്ല. അപ്പം AB രക്തഗ്രൂപ്പുള്ള വ്യക്തികൾ സാർവിക സ്വീകർത്താവ് എന്ന് വിളിക്കപ്പെടാൻ കാരണം അവരുടെ രക്തത്തിൽ പ്ലാസ്മയിൽ ആൻറ്റിബോഡിയായ Aയും Bയും ഇല്ല. അടുത്ത ചോദ്യം, ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. ശരീരപേശികളിൽ ഏറ്റവും കൂടിയ അളവിൽ കാണപ്പെടുന്ന ധാതു. സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽഷ്യം. സോഡിയം, ഫോസ്ഫറസ്, പൊട്ടാസ്യം, കാൽസ്യം. ഉത്തരം ഓപ്ഷൻ സി, പൊട്ടാസ്യം. ശരീരപേശികളിൽ ഏറ്റവും കൂടുതൽ അളവിൽ കാണപ്പെടുന്ന ധാതു പൊട്ടാസ്യമാണ്. അടുത്ത ചോദ്യം, മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏത്? തൈമോസിൻ, തൈറോക്സിൻ, അഡ്രിനാലിൻ, മെലാറ്റോണിൻ. തൈമോസിൻ, തൈറോക്സിൻ, അഡ്രിനാലിൻ, മെലാറ്റോണിൻ. ഉത്തരം ഓപ്ഷൻ ഡി, മെലാറ്റോണിൻ ആണ് മനുഷ്യ ശരീരത്തിലെ 24 മണിക്കൂർ ദിനതാളക്രമം നിയന്ത്രിക്കുന്ന ഹോർമോൺ. അടുത്ത ചോദ്യം, ആക്രമണങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ആക്രമണങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന കേരള സർക്കാർ പദ്ധതി. ആശ്വാസ്, സ്വാശ്രയ, പരിരക്ഷ, നിരാമയ. ആശ്വാസ്, സ്വാശ്രയ, പരിരക്ഷ, നിരാമയ. ഉത്തരം ഓപ്ഷൻ സി, പരിരക്ഷയാണ് ഉത്തരം. സോ ആക്രമണങ്ങൾ, അപകടങ്ങൾ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയ്ക്ക് ഇരയാകുന്ന ഭിന്നശേഷിക്കാർക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് പരിരക്ഷ. അടുത്ത ചോദ്യം, 1987 വായു മലിനീകരണം തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. 1987 വായു മലിനീകരണവും തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഓപ്ഷൻസ്: ശബ്ദം, കണികാദ്രവ്യം, ലെഡ്, ഓസോൺ. ശബ്ദം, കണികാദ്രവ്യം, ലെഡ്, ഓസോൺ. ഉത്തരം ഓപ്ഷൻ എ ആണ്, ശബ്ദമാണ് 1987 വായു മലിനീകരണവും തടയലും നിയന്ത്രണവും ഭേദഗതി നിയമത്തിൽ ദോഷകരമായ വസ്തുക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. അടുത്ത ചോദ്യം, ഒരു അത്ലറ്റ് ഒരു ജാവലിനിൽ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വിധം എറിയുന്നു. അപ്പോൾ അതിൻ്റെ ഒരു അത്ലറ്റ് ഒരു ജാവലിനിൽ പരമാവധി തിരശ്ചീന പരിധി കിട്ടും വരെ എറിയുന്നു. അപ്പോൾ അതിൻ്റെ തിരശ്ചീന പ്രവേഗം ലംബീയ പ്രവേഗത്തെക്കാൾ കൂടുതലാണ്. ലംബീയ പ്രവേഗം 0 ആണ്. ലംബീയ പ്രവേഗം തിരശ്ചീന പ്രവേഗത്തെക്കാൾ കൂടുതലാണ്. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. തിരശ്ചീന പ്രവേഗം ലംബീയ പ്രവേഗത്തിനേക്കാൾ കൂടുതലാണ്. ലംബീയ പ്രവേഗം 0 ആണ്. ലംബീയ പ്രവേഗം തിരശ്ചീന പ്രവേഗത്തെക്കാൾ കൂടുതലാണ്. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. സോ ഒരു അത്ലറ്റ് ഒരു ജാവലിൻ പരമാവധി തിരശ്ചീന പരിധി കിട്ടുന്ന വിധം എറിയുമ്പോൾ അപ്പോൾ അതിൻ്റെ തിരശ്ചീന പ്രവേഗവും ലംബീയ പ്രവേഗവും തുല്യമാണ്. അടുത്ത ചോദ്യം, VE എന്നത് ഭൂമിയുടെ പലായന വേഗത്തെയും VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു. എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം. VE എന്നത് ഭൂമിയുടെ പലായന വേഗത്തെയും
VO എന്നത് ഭൂമിയുടെ പരമാവധി അടുത്ത് പരിക്രമണം ചെയ്യുന്ന ഉപഗ്രഹത്തിന്റെ പരിക്രമണ വേഗത്തെയും പ്രതിനിധീകരിക്കുന്നു എങ്കിൽ അവ തമ്മിലുള്ള ബന്ധം VE = √2VO, VE = √2VO, VO = √2VE, VO = √VE. ഉത്തരം ഓപ്ഷൻ എ ആണ്. VE = √2VO. അടുത്ത ചോദ്യം, ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം 24 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 48 സെന്റിമീറ്റർ. 24 സെന്റിമീറ്റർ, 8 സെന്റിമീറ്റർ, 12 സെന്റിമീറ്റർ, 48 സെന്റിമീറ്റർ. ഉത്തരം 12 സെന്റിമീറ്റർ. സോ ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ വക്രത ആരം 24 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കസ് ദൂരം 12 സെന്റിമീറ്റർ ആയിരിക്കും. അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ ഇറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മുകളിൽ പറഞ്ഞവയെല്ലാം ശരിയാണ്. താഴെ പറയുന്നവയിൽ ചന്ദ്രയാൻ 3ന്റെ ദൗത്യ ലക്ഷ്യങ്ങളിൽ പെടുന്നത് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ചന്ദ്ര ഉപരിതലത്തിൽ സുരക്ഷിതവും മൃദുലവുമായ ലാൻഡിംഗ് പ്രദർശിപ്പിക്കുന്നതിന്, റോവർ ചന്ദ്രനിൽ കറങ്ങുന്നത് പ്രദർശിപ്പിക്കുന്നതിന്, സ്ഥലത്ത് ശാസ്ത്രീയ പരീക്ഷണങ്ങൾ നടത്തുന്നതിന്. അപ്പോൾ ഈ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ എല്ലാവരും കേൾക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്കിതിൻ്റെ അടുത്ത പാർട്ടായിട്ട് അടുത്ത ദിവസം വരാം. താങ്ക്